ഗൈസ് അപ്പം രാത്രി ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട് ഗൈസ്. എന്നെ ആച്ചിയൊക്കെ വിളിച്ചിട്ടേ മറ്റേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, മലപ്പുറം പോവാന്ന് വേഗം വരാൻ. അപ്പം ഞാൻ നിൽക്കുന്ന ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് മലപ്പുറമാണോ എന്തിനു പോകണമെന്നൊന്നും അറിയത്തില്ല. ഇത് ഞാൻ പോവുകയാണ് ഗൈസ്. ഇത് വണ്ടി വന്നിട്ടുണ്ട്, അവിടെ കണ്ട വണ്ടി അവിടെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് എടുക്കണ്ടായിരുന്ന പ്രതീക്ഷിച്ചില്ലല്ലോ. നമുക്ക് തമിഴ്നാട്ടിൽ തൊപ്പിയുടെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നു. ആച്ചി എവിടെ പോന്ന് പറഞ്ഞാ എന്നെ വിളിച്ചോണ്ടോണേ, പൂപ്പാറയ്ക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടോണത്. മലപ്പുറം എന്തോടാ മലപ്പുറം പോവുകയാണ്. ഇതാ തൗഫീഖ് ഉണ്ട്, ഷൈമോൻക്ക് ഡ്രൈവർ. അങ്ങനെ മലപ്പുറം പോവുകയാണ്. എപ്പോ എത്തുക? സമയത്ത് എത്ര മണിക്ക് എത്തും? 11 മണി ആറായില്ലേ? 11 മണിയോ? 8 കിലോമീറ്ററിൽ ഒരു ചായ. 10 മണിയാകുമ്പോ നമ്മൾ അവിടെ ചെയ്യും. രാവിലെ 10 മണിയാവും. രാവിലെ 10 മണിയാകുമ്പോ ഞങ്ങള് മലപ്പുറത്ത് ഉണ്ടാവുമായിരിക്കും. അല്ല, ഇനി 3 വരെ കടയില്ല. പുല്ല്. നമ്മളെ തൗഫീഖയുടെ പഴയൊരു യൂട്യൂബ് ചാനലൊരു പ്രേതകഥ കേൾക്കാൻ പോകും. കേട്ടോക്കാം നമുക്ക്. ഇതിനുള്ളിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേട്ടാണ് പോകുന്നത്. ഇങ്ങനെ എടുക്കടാ പൊട്ട. രാത്രിയായതിനാൽ റോഡിൽ തിരക്കൊന്നുമില്ല. ഇല്ല. അങ്ങനെ മേരിമംഗലം പാലം എത്തി. പാലം കടന്നാൽ പേടിക്കടാ, പ്രേതകഥയാ. അവിടെ തൊട്ട് മേരിമംഗലം കാടാണ്. ഫോണിന്റെ അടുപ്പ് ഇനി എടുക്കാനും പറ്റില്ല. അല്ല, അവരെടുത്ത് തരൂടാ. എന്നാച്ചി തൗഫീഖ് ഇത് എവിടെയാ സ്ഥലം? ഇത് അമരാവതി ഡാം. അമരാവതി ഡാമാ? ഇത് ഈ സ്ഥലമാടാ. എവിടെ? പുള്ളിപ്പുലിയുടെ കൊച്ച്. പോടാ. ഇത് മറ്റേ ഹാഷറിന്റെ പോപ്പിയാന്ന് തോന്നുന്നു. പോപ്പി എവിടെയാ? സ്ഥലം എവിടെയാ? തൗഫീഖ് കൊണ്ടുവന്ന സ്ഥലമൊക്കെ പറയാവി. ആച്ചി രാത്രി ഫുഡ് പോലും കഴിച്ചില്ലായിരുന്നു. ആച്ചി പാവം. ചായയും ചായക്ക് എത്ര റേറ്റിംഗ്? എത്ര വേണേലും കുടിക്കാം. റേറ്റിംഗ് ഉദ്ദേശിച്ചേ, റേറ്റ് അല്ലടാ ഇയാളിത്. തമിഴ്നാട്ടിലെ ചായ സൂപ്പറാന്നാ പറഞ്ഞായിരുന്നേ. പക്ഷെ ഇവിടെ തമിഴ്നാട്ടിൽ നടത്തുന്ന മലയാളിയുടെ ചായ കൊള്ളാം. ക്യാമറ അല്ലേ ഇരിക്കണ്ടോ? സൗണ്ട് ഇട്ടേ. അത്രയും വലിയ സെറ്റപ്പില്ല. വലിയ കാര്യമില്ല. റിവ്യൂ പറഞ്ഞാലും കുഴപ്പമില്ല. അല്ല, ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് പദം നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫ് മറ്റേ ചായ ഗൈസ് ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന വണ്ടി. ഇന്നോവ. പാലക്കാട് പാലക്കാട്. ഇത് എവിടെയാ സ്ഥലം? അപ്പം 1 മണിക്കൂർ 44 മിനിറ്റല്ലേ കാണിക്കുന്നത്? എനിക്ക് 2 വഴിയാണ്. ഇത് തമിഴ്നാട്. ഇനി നേരെ പാലക്കാട്. ഇക്കാക്ക് എത്ര മിനിറ്റാ കാണിക്കുന്നത്? 1 മണിക്കൂർ 52 മിനിറ്റ്. ഗൈസ് അങ്ങനെ നമ്മൾ പാലക്കാട് എത്തില്ല. പാലക്കാട് എത്താറായിരിക്കുന്നു ഗൈസ്. ഇപ്പോൾ സമയം 2:30. എന്നാന്നറിയില്ല, ഉറക്കം വന്നില്ലല്ലോ. എൻ്റെ കണ്ണ് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഗൈസ് നമ്മുടെ വണ്ടി എത്തുന്നുണ്ട് ഗൈസ്. ഇന്നോവ. ഗൈസ് അപ്പം ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഞങ്ങളിപ്പം മണ്ണാർക്കാടാണ് ഗൈസ് ഉള്ളത്. മണ്ണാർക്കാട് ഇവിടെ മറ്റേ ഷൈമോൻ കട ഏതോ മാമനോ ആരോ സ്വന്തക്കാരുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങളിപ്പം. ഞങ്ങൾ രാത്രി 4:30 വന്നത്. അപ്പം 4:30 വന്നിട്ട് അവരൊന്നും വിളിച്ചില്ല. ഞങ്ങൾ കാറിൽ തന്നെ കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ. കാർ അവിടെ കിടക്കുന്നുണ്ട്, അവരതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഇവിടെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ മുടി കൊള്ളാം അല്ലേ? ഗൈസ് അപ്പം നമ്മൾ വന്നതേ ഇന്നോവ ഒരെണ്ണം മേടിക്കാനാണ്. നമ്മുടെ തൗഫീഖാക്ക് ഒരു ഇന്നോവ നോക്കാൻ വേണ്ടിയാണ് മലപ്പുറത്ത് വന്നത്.
അത് വന്നു കഴിഞ്ഞപ്പോഴാണ് പറയണത്. കണ്ടോ, ഫുൾ ഇന്നോവയാണ്. ഫുൾ ഇന്നോവ. അപ്പം അതിനാണ് വേണ്ടി വന്നേക്കണത് നമ്മൾ. ഇന്നലെ രാത്രി പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഗൈസ് ആച്ചീനെ കണ്ടോ, ആച്ചി തൗഫീഖാക്ക് ഇന്നോവ മേടിക്കാൻ. ഇതാണോ കാ? ഇതാണോ? ആ, ഇത് കളർ ഏതാ ഇതിന്റെ? ഗൈസ് ഇതാണ് ഗൈസ് തൗഫീഖ് മേടിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി വന്നത്. നോക്കാൻ മേടിക്കാനല്ല. നമ്പർ ഉണ്ടോ? 0066. നൈസ് വണ്ടി. വിളിന്ന് കാണണല്ലേ, ഉള്ളി കീറി നോക്കിയിട്ട്. ഷൈമോൻ കഥ വണ്ടി ചെക്ക് ചെയ്യാൻ വന്നിരിക്കുന്നു നമ്മുടെ മെക്കാനിക്. അതെ ഷൈമോൻകാന്ന് പറയുമ്പോൾ വണ്ടി നോക്കി ഒരു വണ്ടി ഫോട്ടോ കണ്ടതിനേക്കാൾ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഈ വണ്ടി എടുക്കാൻ. അതെ, ഒറ്റ മൈൻഡിൽ വന്നു. അത് ഒറ്റ മൈൻഡ്. പൂപ്പാറയിൽ രാത്രി അപ്പൊ തന്നെ ചാടി വരണമെങ്കിൽ അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഇവരുടെ വണ്ടി ക്രേസ് എങ്ങനെയാണ്. ഉണ്ടോ? ഓക്കെ, ബൈ ഗൈസ്. അതാണ് വണ്ടി. തൗഫീഖ, സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ലേ? കുറച്ച്. വാട്ട് അബൌട്ട് യു? നിനക്കെന്തോ കുറച്ച്. ഗൈസ് ഇതാണ് നമ്മുടെ മറ്റേ കട. നമുക്ക് മറ്റേ ഇത് എടുത്താലോ, മറ്റേ തൊപ്പി എടുക്കാന്ന് പറഞ്ഞ സിനിമയുടെ പേര്. സിനിമയുടെ പേര് സിനിമയല്ലടാ, തൊപ്പി പറഞ്ഞ മറ്റേ 390 അല്ലല്ലോ, 9 അതൊക്കെയാണ് നമ്മൾ നോക്കണം. നമുക്ക് നോക്കണോ? തൽക്കാലം ഒന്നും വേണമെങ്കിൽ ഒന്ന് നോക്കാം. 911 മതി. 911 നമ്മൾ എടുക്കാനുള്ള പ്ലാന്, ഞാനും ആച്ചിയും കൂടി. അപ്പം ഇന്നോവയൊന്നും ഇപ്പം നോക്കണില്ല. ആച്ചി 10 മിനിറ്റ് കൈ ഇവിടെ ഇങ്ങനെ വെച്ച 500 രൂപ. 10 മിനിറ്റ് രണ്ട് കൈയും ചലഞ്ച് നോക്കാവേ. സാച്ചി തോറ്റിരിക്കുന്നത്. ഇവിടെ ചൂട് കുറവാണ്, എന്നിട്ട് ഇവിടെ വെച്ചേക്കണം. ഇവിടെയാണ് ചൂട് കൂടുതൽ. അത് അവന് വെക്കാൻ പറ്റത്തില്ല. 500 രൂപ ഞാൻ സേഫാക്കി. ഞാൻ നമ്മൾ പിന്നെയും ഈ വണ്ടിയിലോട്ട് തന്നെ വന്നിരിക്കണം. നമ്മൾ അവിടെയൊക്കെ കുറേ വണ്ടികളൊക്കെ പോയി നോക്കിയിരുന്നു, പക്ഷേ സെറ്റായില്ല. ഇതിലാണ് പിന്നെ ഒന്നുകൂടെ നോക്കിക്കൊണ്ടിരിക്കണേ. ഞാൻ ചെന്നടായി ചുമ്മാ ഇരുന്ന് ഇതൊക്കെ തുറന്നിരിക്കണം. ഒരു കിണ്ടി അറിയത്തില്ല അവന്ന്. ചുമ്മാ ഇരുന്ന് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും മൊണ്ണ. ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്പർ പ്ലേറ്റ് കാണിച്ചതാണ് 0066. ആ ചലഞ്ച് തോറ്റോണ്ട് നിനക്ക് വേറൊരു ചലഞ്ച്. നിക്കർ ഊരി ഷഡ്ഡി ഊരിയിട്ട് ഇവിടെ കയറിയിരിക്കണം 5 മിനിറ്റ്. പറ്റുമോ? പറ്റുമോടാ? ലൈഫ് ടൈം സെറ്റിൽമെൻറ്റാ. ഈ ചൂടത്ത് ഇവിടെ നിക്കർ ഊരിയിട്ടിരിക്കണം. ആച്ചി പറ്റൂടാ എനിക്ക്. ടോഫിക്ക് വെള്ളം കുടിച്ച് ഗൈസ്. അങ്ങനെ അടുത്ത സ്ഥലവും ഞങ്ങൾ നോക്കി. വണ്ടി ഞങ്ങൾക്ക് ഒന്നും റെഡിയാവുന്നില്ല ഗൈസ്, ഒന്നും റെഡിയാകുന്നില്ല. വൈ ഗൈസ്. അപ്പം എന്തൊരു ചൂടാണ് ഗൈസ് ഇവിടെ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഇടുക്കി തങ്കമാണ്. തങ്കം. ഇവിടേക്കുള്ളവരെങ്ങനെ ജീവിക്കണം എനിക്കറിയില്ല കേട്ടോ. ആച്ചി ഇവിടുത്തെ ചൂടിനെ പറ്റി എന്താണ് ആച്ചി പറയാനുള്ളത്? ഇടുക്കി തങ്കമാണോ? ഇടുക്കി തങ്കമാ. തങ്കമ്മയല്ല, തങ്കം. അങ്ങനെ. അപ്പം ഇടുക്കിയിലെല്ലാവരും ഇടുക്കിയിലൊക്കെ കിടന്നുറങ്ങുന്ന സുഖമുണ്ടല്ലോ, ഇവിടെ കിട്ടത്തില്ല. അള്ളാണെങ്കിൽ ഇവിടെ കിട്ടത്തില്ല.
ഞാൻ ഗ്യാരണ്ടി തന്നെ. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഓർത്തു ഇടുക്കിയിൽ മാത്രമേ കറണ്ട് പോകുള്ളൂ. ഇവിടെ കറണ്ട് പോകും. ഇവിടെ ഒരു ഫോൺ കുത്തിയിടാൻ നോക്കിയപ്പോൾ കറണ്ട് ഇല്ല. എന്തുവാടാ മലപ്പുറം ഇങ്ങനെ? മലപ്പുറം ഇടി മേടിക്കും. ഞാൻ ഇടിക്കില്ല കേട്ടോ, ഞാനും ഇടിക്കില്ല. ലവ് ഫ്രം ഇടുക്കി ടു മലപ്പുറം. ഐ ലവ് യു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അതെ അതുകൊണ്ട് നമുക്ക് തപ്പാനുള്ള സമയം രാവിലെ വന്നാൽ കിട്ടും. ഇനിയിപ്പോ തപ്പാൻ സമയം നമുക്ക് വേണേ 6 മണി വരെ നിക്കാം, കുഴപ്പമില്ല. നാളെ വരെ നിൽക്കാലോ. അത് നീക്കും. ഈഗോ അടിച്ചിരിക്കും. നിനക്ക് മാത്രമേ ഉള്ളൂ. നീ ചട്ടി കൊണ്ടുവന്നിട്ടില്ല. ഞാൻ കട്ടാക്കൂല. ഷഡ്ഡി ഇടാതെ മനുഷ്യന്മാരുണ്ടല്ലോ ഈ ലോകത്ത്. അത് നീ മാത്രം യാത്ര പോകുമ്പോ. അത് വെക്കം തന്നെ വിളിച്ചോണ്ട് വന്നപ്പോ എനിക്ക് ഇടാൻ പറ്റിയില്ല. അതെന്റെ തെറ്റാണോ? ആണോ? എന്നാലും ഒരു മനുഷ്യൻ വീട്ടിലിടുമ്പോ ചെട്ടിയിടൂല. ഞാൻ മുണ്ടിട്ടോണ്ടാക്കരുത്. മുണ്ടിടുമ്പോ അത് ഇടില്ലേ, എന്നാലേ കാറ്റ് കിട്ടുള്ളൂ. അതിലാണ് ഒരു 34 തോളയും കെട്ടിയിട്ട് വളർത്തിയ രൗദ്രം കൂടും. ഇത് എവിടെന്ന് കിട്ടണ ഈ ഡയലോഗൊക്കെ? എന്റെ പൊന്നെ ആച്ചി, നമ്മൾ ഈ വണ്ടികളല്ല മേടിക്കാൻ. ഇങ്ങോട്ട് എടുക്കടാ. ഈ വണ്ടിയല്ല ഞാൻ നോക്കണം. ഞാൻ നോക്കണേ തന്നെ അതങ്ങ് മേടിച്ചാലോന്ന് ആലോചിക്കാം. ഈ കിഡ്നി പോയാലും കുഴപ്പമില്ല, ഒരെണ്ണം മേടിച്ചാലോ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കുറേ നേരം വണ്ടി തപ്പിക്കൊണ്ട് വെയിലത്ത് നിന്നപ്പോൾ ഞങ്ങൾ മടുത്തു പോയി ഗൈസ്. തൗഫീഖായൊക്കെ നല്ല രീതിയിൽ ക്ഷീണിച്ചായിരുന്നു, ഞാനും ക്ഷീണിച്ചായിരുന്നു. ആവിയൊന്നും ഭയങ്കര സഹിക്കാനൊന്നും പറ്റിയില്ല, അമ്മാതിരി ചൂടൊക്കെ ആയിരുന്നു അവിടെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു കടയിൽ പോയി, അവിടെ നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. പിന്നെ വേറൊരു കടയിൽ പോയി, അവിടെ നിന്ന് തിരിച്ചു വന്നു ഗൈസ്. അപ്പം അടുത്ത സ്ഥലത്ത് തിരിക്കത്ത് ഗൈസ്. ഇവിടെയും ഞങ്ങൾ വണ്ടി നോക്കുകയാണ്. മലപ്പുറം ഫുള്ള് വണ്ടിക്കളാണ് നോക്കുന്നത്, ഫുള്ള് വണ്ടി മെയിനാണ് തോന്നുന്നത്. അങ്ങനെ ടവേര നോക്കുകയാണ് ഗൈസ്. ഇന്നോവയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറി. അപ്പം ടവേര എടുത്താലോ എന്നൊരു പ്ലാനിലാണ്. എന്താണെന്നറിയില്ല, ഇത്രയും പാടാണല്ലോ ഒരു വണ്ടിയുടെ സാധനമൊക്കെ. നോക്കി ചിരിച്ചുകൊണ്ടിരിക്കണ അതാണ്. അപ്പം ടവേരയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്, കണ്ടില്ല ഗൈസ്. അടുത്ത സംഭവിച്ചിരിക്കുന്ന ഗൈസ് അടുത്തത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് കഴിഞ്ഞപ്പം ആച്ചിയും എല്ലാവരും കൂടി ഞങ്ങൾ മന്തി കഴിക്കാൻ പോയി ഗൈസ്. അവിടെ അവർ മറ്റേ ഈ സംഭവം കളിക്ക് പറഞ്ഞു, എന്നാൽ അതിൻ്റെ പേരെന്നാടാ, ക്യാരംസോ ആ സാധനം കളിക്ക് പറഞ്ഞു ഗൈസ് അവർ. ഗൈസ് അങ്ങനെ ഫൈനലി ഞങ്ങൾ ആദ്യം വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഇന്നോവ നമ്മളങ്ങ് പൊക്കിയിട്ടുണ്ട്. ഒരു ഉസ്താമാരൊക്കെ കാസർഗോഡുള്ള ഉസ്താമാരുടെ സംഭവമായിരുന്നു, അത് നമ്മൾ പൊക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ ഈ വണ്ടി എടുത്തിരിക്കുന്നു ഗൈസ്. ഈ ഇന്നോവ എടുത്തു. ആദ്യം ഏത് വണ്ടിയാണോ നമ്മൾ ടെസ്റ്റ് അടിച്ച് ആ വണ്ടി തന്നെ എടുത്തിരിക്കുന്നു ഗൈസ്. എന്താണല്ലേ, അതാണ് അതിൻ്റെ ഒരു അത്. അപ്പം നമ്മളത് എടുത്തിട്ടുണ്ട്. തൗഫീഖ നമ്മുടെ വണ്ടി അങ്ങ് തൂക്കി. ഇനിയിപ്പം ഇതിൽ പോകണം. നമ്മൾ ഏത് വണ്ടിയിലാണോ ഫസ്റ്റ് ടെസ്റ്റ് അടിച്ച് ആ വണ്ടി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. എന്ത് തോന്നുന്നു? എനിക്ക് അഭിമാന നിമിഷം തോന്നുന്നു. മാഷാ അല്ലാഹ്. ഈ വർഷത്തെയാ പുള്ളി എന്റെ തലക്കടിക്കും. പുള്ളീനെ വിളിച്ചോണ്ട് പോയി ഇന്നോവ എന്തെങ്കിലും വണ്ടി എടുക്കും. കുറച്ചാളെ മലയാ വിൽക്കണം എന്ന് പറഞ്ഞ് വിപ്പിക്കും. എന്നിട്ട് പിന്നെ പുള്ളീനെ ശല്യം ചെയ്യും. ഇപ്പൊ പുള്ളി ധൃതി പിടിച്ച് വണ്ടി മേടിച്ചതിന്റെ കാരണം എന്താണെന്നറിയോ? പുള്ളിയുടെ താറ് എനിക്ക് വണ്ടി ഇല്ലാത്തോട്ട് എന്റെ ഇരിക്കുക. അത് തിരിച്ചു വേണം. അത് അങ്ങനെ ഗൈസ്, തൗഫീഖ ഹാപ്പി, ഞാൻ ഹാപ്പി, ഇവൻ ഹാപ്പി, ഷൈമോൻ ഹാപ്പി, എല്ലാരും ഹാപ്പി. മറ്റേ കഥ അത് പറയണോ? അത് എടുത്തു വെക്കണായിരുന്നു. നമുക്ക് ഷൈമോൻ ഖാനോട് റിവ്യൂ വെക്കാം. ഷൈമോൻ ഖാക്ക് എന്ത് തോന്നുന്നു വണ്ടി എടുത്തല്ലേ? ആധികാരികമായി ടൊയോട്ടയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര ഒന്നും വേണ്ട. തൗഫീഖായും ടൊയോട്ടയും ഈ അനുഭവം പറഞ്ഞാൽ മതി. എന്റെ അനുഭവത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ താറ് കിട്ടണമെങ്കിൽ എനിക്ക് വണ്ടി ഫ്രീ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ പറട്ടൊക്കെ ഒരു വണ്ടി എനിക്ക് ഒപ്പിച്ച് കൊടുക്കണം. അതിനുവേണ്ടിയാണ് ശരി, ഏത് പെട്ടിവണ്ടിയാണല്ലോ ശരി, ശരിയാക്കി കൊടുത്താലേ എന്റെ വണ്ടി എനിക്ക് ഫ്രീ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ത്യാഗവും സഹിക്കും. ഇവൻ പറഞ്ഞ ഓരോ വണ്ടി എടുക്കും. 4 ദിവസം കഴിയുമ്പോ ടയർ കാറ്റ് കുറവാന്ന് പറഞ്ഞ് വണ്ടി വിൽക്കുന്ന ടെണ്ടിയാണ്. ഈ വണ്ടി ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ഉസ്താദന്മാരാ. അപ്പൊ അവര് ആവശ്യമില്ലാത്ത ഒരു കേസിനും കൊണ്ടു നടക്കത്തില്ല, അലമ്പായിട്ട് ഓടിക്കത്തില്ല. ഫാമിലി ആയിട്ട് അവരുടെ പള്ളി പോകാൻ വരാൻ ഈ യൂസിന് മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. അലമ്പ് ഓടിയിട്ടില്ല ഇത്. അതുകൊണ്ട് ധൈര്യം. ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ ആ വണ്ടിക്ക് ഒരു ഇതുമില്ല, നല്ല നീറ്റായിട്ട്. അൽഹംദുലില്ലാ. വണ്ടി 100 പറപ്പിക്കോ അങ്ങനെ ഓടിച്ച വണ്ടിയല്ല.
ധൈര്യമായിട്ട് നമ്മൾ അതല്ലേ ഇതാക്കി. കാരണം അവരുമായിട്ട് നമ്മൾ നേരിട്ട് വർത്താനം സംസാരിച്ചല്ലോ, അവരുമായിട്ട് നമ്മൾ നേരിട്ട് ചോദിച്ചല്ലോ എങ്ങനെയാ കാര്യങ്ങൾ കണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വണ്ടി അപ്ഗ്രേഡ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ വണ്ടി മേടിക്കാൻ നോക്കുക. ഓക്കെ, അൽഹംദുലില്ലാ റാഹത്ത് നമ്മുടെ വണ്ടി കയറിയിരിക്കുന്നു. അങ്ങനെ തൗഫീക്ക് വണ്ടി എടുക്കാൻ പോകുന്നു ഗൈസ്. അപ്പം മലപ്പുറത്ത് നിന്ന് നമ്മൾ വിട പറയുകയാണ്. അപ്പം ഓക്കെ ഗൈസ്, അപ്പം ഇന്ന് ഞങ്ങൾക്ക് മലപ്പുറത്ത് നിന്ന് വരാൻ പറ്റില്ല ഗൈസ്. അപ്പം കാരണം ഉറക്കമൊന്നും ശരിയായില്ല 2 ദിവസമായിട്ട്. അപ്പം ഇന്ന് വരാൻ പറ്റില്ല ഗൈസ്. അപ്പം ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിപ്പോൾ ഉള്ളത് ഇതേതായിരുന്നു സ്ഥലം ഏതായിരുന്നു? പെരിന്തൽമണ്ണ. ഞങ്ങള് ഉറക്കമൊക്കെ കഴിഞ്ഞു, കുഴപ്പമില്ല, ഓക്കെയാണ്. തൗഫീക്കയുടെ കറുപ്പ് മറ്റേ റെഡ് കളറൊക്കെ മാറി കണ്ണിലത്തെ. ആച്ചിക്ക് പിന്നെ കണ്ണുറക്കത്തില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ ചായ കുടിക്കാൻ വന്നിരിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്. ഈ ഭയങ്കരമായിട്ട് ആസൂത്രിതമായിട്ട് പണിത് വെക്കുന്നുണ്ട്. നടപ്പാതെയും റോഡിന് നല്ല വീതി, പക്ഷേ നല്ല കളർ. അത് എന്നെ ക്ലീനാന്ന് പറയും സിറ്റി. രാവിലെ ചായ കിട്ടൂല അവിടെ. ചായക്കട തുറന്നിട്ടില്ല അവിടെ. ഇടുക്കിയിലെ ഒരു സിറ്റിയില് 4 കടകളും കടയില് 5 മണിക്ക് വെളുപ്പിൽ 5 മണി. ഇവിടെ 9 മണിയായി എന്നിട്ട് ചായ ഇല്ല. ദാറ്റ് ഈസ് റോങ്. ചായക്കടയുടെ ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്, ചായ ഇല്ലാന്ന് പറഞ്ഞു. ഓ ഫുൾ ട്രാഫിക്കാണ് കേസ്. നമ്മളിവിടെ മൂഞ്ചിക്കുത്തി ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു വണ്ടി, 2 വണ്ടി. അപ്പം ഞാനിങ്ങനെ നോക്കുകയാണ് എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന്. അപ്പം ഇടയിൽ കൂടെയൊക്കെ വണ്ടി നമുക്ക് ഈ വഴി വേണമെങ്കിൽ പോവാറുണ്ട്. ഈ വഴി പോകുമ്പം പക്ഷെ അവിടെ കുറേ കല്ലുകളുണ്ട്, ഒരു ഇഷ്ടികകളാണ്, വലിയ ആ കല്ലുകളാണ്. അപ്പം നമുക്കങ്ങനെ പോകാൻ പറ്റില്ല. ആണിത് ഇങ്ങനെ നിൽക്കുന്നത്. ട്രാഫിക്കുകളാണ് കേസ്, അവിടെ വരെയും ട്രാഫിക്കാണ്. ഏകദേശം ഒരു 5-8 കിലോമീറ്റർ കാണൂല. 5-8 നമ്മൾ വന്നതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല ആ ടെൻഷന്റെ സമയത്ത്. അതിനിടയിൽ തൗഫീക്ക് പറഞ്ഞു പെട്രോൾ കയറുന്നു എന്ന് പറഞ്ഞു, ഡീസൽ കയറുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ടെൻഷനായി. ഇക്കാര്യം ടെൻഷൻ എനിക്കാണ്, എന്താണെന്നറിയില്ല. കാരണം ഇവിടെ കടുവ, പുലി, ആന, എരുമ, പോത്ത്, ആട്, പട്ടി, പച്ച തവള, മഞ്ഞ തവള, പാമ്പ്, മറ്റേ മൂർക്കൻ, കോഴി, കാട്ടുകോഴി, അല്ലാത്ത കോഴി. ആ കൊച്ചിന് കാമുകനുണ്ട്. ആ കാമുകന് നോക്കിയപ്പോ കാട്ടുകോഴി. ഇല്ല ആ കൊച്ചിനുണ്ടല്ലോ കാമുകനുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഒരു ഹായ് കാണിച്ചാൽ നോക്കി ആരെ കണ്ട്. എങ്ങനെ ഈ പുള്ളിക്ക് ഒരു പെണ്ണും കിട്ടിയ ഒരു കൊച്ചുണ്ട്, പെണ്ണും കിട്ടിയ ഒരു കൊച്ചുണ്ട്. അതിനിടയിൽ നോക്കിക്കൊണ്ടോ ആരെ കോഴി. അപ്പൊ ഞാൻ നോക്കണം ബാച്ചിലർ ആയതുകൊണ്ട് ഞാൻ നോക്കണേ. ഗ്ലാമർ ഉണ്ടെങ്കിൽ ഒരു പെൺപിള്ളേര് നോക്കണ സർവ്വസാധാരണ അല്ല. അത് ശരിയാട്ടോ. പുള്ളിക്ക് എത്ര വയസ്സുണ്ടെന്ന് തോന്നുന്നു ഗൈസ്? പുള്ളിക്ക് ഉണ്ടല്ലോ. എനിക്ക് എത്ര വയസ്സുണ്ട് കമന്റ് കമന്റ് ഓർഡറെങ്കിലും വന്നാ എന്റെ ഇൻസ്റ്റയിലാണെങ്കിൽ വന്നേരാ. ഇതിനകത്തൊക്കെ യൂട്യൂബിൽ ആരും കമന്റ് ഇടാനാ. ഞാൻ പറയാം എന്തായാലും ചുമ്മാ അറിയാലോ, എല്ലാവരും പറഞ്ഞ പോലെ ഞാനും പറയാം. എപ്പോഴെങ്കിലും ഒക്കെ സക്സസ് ആകുമ്പോൾ കമന്റ് ഇട്ടാൽ എത്ര പ്രായം തോന്നിക്കും? 2025 എനിക്ക് തൗഫീഖാക്ക് മൂത്തവരെ ഞാൻ ബഹുമാനിക്കാം, അതുകൊണ്ട് ഞാൻ ഇക്കാന്ന് വിളിക്കണം, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഷൈമോൻ കട വണ്ടി. 0600. പക്ഷെ ആദ്യം വന്ന വീഡിയോ എടുക്കാറുണ്ട്. പിന്നെ ആ ഡീസലിന്റെ ടെൻഷനും ഇങ്ങനെ കുറെ നേരം ഇരിക്കുമായിരുന്നു. പിന്നെ ഫോണിൽ റേഞ്ച് ഇല്ല കേസ്. ഫോണിൽ നോക്കിയിരിക്കാന്ന് പറഞ്ഞാൽ ഫോണിൽ റേഞ്ചും ഇല്ല. അപ്പൊ ഈ റൂട്ടിന്റെ സ്ഥലം പറഞ്ഞു കൊടുക്കുക, അത് നമ്മൾ പറയണ്ടേ. റൂട്ട് ഏതാ പറഞ്ഞത്? മറയൂര് പൊള്ളാച്ചി റൂട്ട്. മുതുമല ഫോറസ്റ്റ്. ഞായറാഴ്ച 4 വന്ന് ഇവിടെ തെറ്റി കിടക്കല്ലേ. ഇതിപ്പോ ഏകദേശം അവിടെ നിന്ന് ഒരു 8-9 കിലോമീറ്റർ ആണ് ഈ ബ്ലോക്ക്. ഇനിയും കിടക്കും അങ്ങോട്ട് വണ്ടി. അവിടെ കിടക്കണ്ട്. അതിനത് ഇവിടെ ഒരു വലിയൊരു വണ്ടി അവിടെ കിടക്കണ്ട് ചേട്ടാ. ഈ വണ്ടി പോയാലാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാം. തൗഫീഖ ഓക്കെ. വാലിക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ വീട്ടിൽ എത്തിയിരിക്കുന്നു ഗൈസ്. വീട്ടിൽ പോവുകയാണ് ഗൈസ്. ഈ തൗഫീഖ പോയിരിക്കുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ 2 ദിവസം ഓക്കെ ആയി. എൻ്റെ മറ്റേ പോയപ്പോൾ ഇട്ട ഡ്രസ്സാണ്. തിരിച്ച് വീട്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഓക്കെ അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. ഇത് എഡിറ്റ് ചെയ്തിട്ട് എന്നായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല.
നാളെ ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. ഇന്നിപ്പോൾ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അല്ലെങ്കിൽ നാളെ രാവിലെയോ. അയ്യോ നാളെ രാവിലെ ക്ലാസ്സിൽ പോകണം. മൂഡ് പോയി. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്, ക്ലാസ്സിൽ പോകണം.